ആറന്മുള വിമാനത്താവളത്തിനായി ഡ്രോൺ സർവേ നടത്തിയതിൽ റിപ്പോർട്ട് തേടി ജില്ലാ കളക്ടർ. തഹസീൽദാർ എത്രയും വേഗം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. തഹസീൽദാറുടെ അനുമതിയോടെയാണോ പരിശോധന നടന്നത് എന്നറിയാനാണ് റിപ്പോർട്ട് തേടിയത്. മൗണ്ട് സിയോൺ ഉടമ എബ്രഹാം കലമണ്ണിലായിരുന്നു ഡ്രോൺ സർവേ നടത്തിയത്. ഗൂഗിൾ രമേശ് ആറന്മുളയിൽ നിന്നും ചേരുകയാണ്. ഗൂഗിൾ, നമുക്കറിയാം ഏറെ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും പിന്നീട് പരിസ്ഥിതി സ്നേഹികളുടെ മറ്റും പ്രതിരോധത്തിന് മുന്നിൽ ഒരിക്കൽ മുട്ടുമടക്കിപ്പോയ KGS ഗ്രൂപ്പ് അവർക്ക് തിരികെ വരാനുള്ള ശ്രമങ്ങൾ വീണ്ടും ഈ സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി അവിടെ നടക്കുകയാണ്. എന്തായാലും ഇപ്പോൾ കളക്ടർ റിപ്പോർട്ട് തേടിയിരിക്കുന്നല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്? ഗൗതം, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ ആറന്മുള വിമാനത്താവള പദ്ധതിയെ വീണ്ടും പുനരാവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. പ്രധാനമായിട്ടും ഈ ഭൂവുടമയായിട്ടുള്ള മൗണ്ട് സിയോൺ സംഘടനയുടെ ഉടമ കൂടിയായിട്ടുള്ള എബ്രഹാം കലമണ്ണിൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ ഒരു പ്രാഥമികഘട്ട നടപടികൾ ആരംഭിച്ചത്. അതായത് ഈ പദ്ധതി ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശത്ത് അയാൾ ഡൽഹിയിൽ നിന്നും ഒരു വിദഗ്ധ സംഘത്തെ കൊണ്ടുവന്ന് ഡ്രോൺ സർവേയാണ് നടത്തുകയുണ്ടായത്. ഈ ഡ്രോൺ സർവേ നടത്തിയതിന് പിന്നാലെ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഉയർന്നു വന്നു. പ്രത്യേകിച്ച് 2014 ആ സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ കുമ്മനം രാജശേഖരൻ അടക്കം ശക്തമായിട്ടുള്ള താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പദ്ധതിയുമായിട്ട് വീണ്ടും മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നതെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. പ്രത്യേകിച്ച് ജനങ്ങളെ കൂട്ടിക്കൊണ്ട് മുൻപുണ്ടായിരുന്നത് സമാനമായിട്ടുള്ള വലിയ ജനകീയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുമെന്നുള്ള സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ പല രാഷ്ട്രീയ നേതാക്കളും ഇത്തരത്തിൽ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് CPM-ന്റെ നേതാക്കളടക്കം ഈ പദ്ധതിയെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും അതിനുശേഷം ഈ പദ്ധതിയെ കോൺഗ്രസ് നേതാക്കളും കൈവിടുന്നൊരു കാഴ്ച കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ മന്ത്രി റോജി എം ജോണും അതോടൊപ്പം തന്നെ അബിൻ വർക്കി MLA-യും ഒക്കെ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് ആലോചിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് അവരുടെ അഭിപ്രായം മാറ്റേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ പോലും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും സാഹചര്യങ്ങൾ പ്രതികൂലമാകുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഭരണകൂടവും കോൺഗ്രസ് നേതാക്കളും കൈയൊഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് കൂടി നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് ജില്ലാ ഭരണകൂടം തഹസീൽദാരോട് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന ഡ്രോൺ സർവേയുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ട് നൽകാനാണ് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ തഹസീൽദാരുടെ അനുമതിയോട് കൂടിയിട്ടാണോ ഈ എബ്രഹാം കലമണ്ണിൽ ഈ ഡ്രോൺ സർവേ നടത്തിയത് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും എത്രയും വേഗം ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തഹസീൽദാർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടവും ഈ സംഭവത്തെ കൈയൊഴിയുന്നതിനുമായി ബന്ധപ്പെട്ട സൂചനകളാണ് ഇതിൽ നിന്നൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ജില്ലാ കളക്ടറേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടപടികൾ ആരംഭിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിവിടെ പൊതുപ്രവർത്തകൻ അരുൺ മോഹൻ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ പൈതൃക ഗ്രാമ കർമ്മസമിതിയുടെ മറ്റു ഭാരവാഹികളെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം, കൊടുമണ്ണിലും മറ്റും മലകൾ ഇടിച്ചു നിരത്താതെ നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും നികത്താതെ തന്നെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം രൂപപ്പെടുത്തുവാനുള്ള സ്ഥലം അവിടെയുണ്ട്. അപ്പോൾ ആ സ്ഥലമൊക്കെ കണ്ടില്ല എന്ന് നടിച്ച് ആറന്മുള പോലെ ഒരു പൈതൃക ഗ്രാമത്തിൽ ഈ നെൽപ്പാടങ്ങൾ നികത്തിയും കുന്നിടിച്ചും തന്നെ അവിടെ വിമാനം ഇറക്കണമെന്ന പിടിവാശി ആരുടേതാണ്? ആളുകളും ചൂണ്ടിക്കാട്ടുന്ന കാര്യം അത് തന്നെയാണ്. കൃത്യമായിട്ട് വിമാനത്താവളത്തിനെതിരല്ല തങ്ങൾ എന്നുള്ള നിലപാട് നേരത്തെ തന്നെ അറിയിച്ചതും ചൂണ്ടിക്കാട്ടുന്ന കാര്യം അത് തന്നെയാണ്. കൃത്യമായിട്ട് വിമാനത്താവളത്തിനെതിരല്ല തങ്ങൾ എന്നുള്ള നിലപാട് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആറന്മുളയിൽ തന്നെ വിമാനത്താവളം വേണമെന്ന് വാശി പിടിക്കുന്നതിലാണ് ഇതിൽ ദുരൂഹത ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് കുമ്മനം രാജശേഖരൻ ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പല സാമൂഹ്യ പ്രവർത്തകരുടെയും ഇവിടുത്തെ നാട്ടുകാരുടെയും ഒക്കെ അവരെല്ലാവരും തന്നെ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ അത് തന്നെയാണ്. ഇവിടെ ഈ ആറന്മുളയുടെ പൈതൃകവും ഇവിടുത്തെ പരിസ്ഥിതിയും നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വിമാനത്താവളം കൊണ്ടുവരിക എന്ന് പറയുന്നത് ചില നിഗൂഢ ശക്തികളുടെ, പ്രത്യേകിച്ച് ചില ഭൂമാഫിയകളുടെ മാത്രം ആവശ്യമാണ്. അവരുടെ ഒത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അടക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ആരോപണമായിട്ട് ഉയരുന്നത്. എന്തായാലും ഈ പറയുന്ന കൊടുമണ്ണടക്കമുള്ള പ്രദേശങ്ങൾ വിമാനത്താവള നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭൂമിയാണ്. അവിടെ ഏറ്റവും സൗകര്യങ്ങളുണ്ട്. ഒപ്പം മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ആറന്മുളയിൽ ഉണ്ടാകുന്നത് പോലെയുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാത്തയിടമാണ് കൊടുമൺ. അങ്ങനെയുള്ള സ്ഥലമടക്കം ചൂണ്ടിക്കാട്ടിയിട്ട് പോലും അവിടേക്ക് ഈ വിമാനത്താവളത്തെ മാറ്റി ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാകുന്നില്ല. ഈ ആറന്മുളയിൽ തന്നെ വേണമെന്ന് തുടർച്ചയായിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നിൽ വലിയ ദുരൂഹതയുണ്ട്, വലിയ ലക്ഷ്യങ്ങളുണ്ട് സർക്കാരിനും അതോടൊപ്പം തന്നെ ഈ ചില ശക്തികൾക്കും എന്നുള്ളതാണ് ഇതിനെ എതിർക്കുന്ന ആറന്മുള വിമാനത്താവള പദ്ധതിയെ എതിർക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടുന്ന വസ്തുത എന്ന് പറയുന്നത്. എന്തായാലും വലിയ ഭൂമി കച്ചവടം മാത്രമാണ് ഇതിന് പിന്നിൽ. അത് ഭൂമാഫിയകളുടെ ഒരു നടപടിയുടെ ഭാഗമായിട്ട് സർക്കാരിൽ നിന്ന് കൊടുക്കുകയാണ് ഇത്തരത്തിൽ വിമാനത്താവളം. ഒരിക്കലും നടക്കാൻ പോകാത്തൊരു പദ്ധതിയെ ഈ രീതിയിൽ ഭൂമി കച്ചവടത്തിന് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കി എടുത്തുകൊണ്ട് ആ രീതിയിൽ നീക്കങ്ങൾ നടത്തുകയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആരോപണം. അത് 2010 കാലഘട്ടത്തിലും
അങ്ങനെ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഈ പറയുന്ന KGS ഗ്രൂപ്പ് ആയാലും അല്ലെങ്കിൽ ഈ എബ്രഹാം കലമണ്ണിലൊക്കെ ആയാലും അവരുടെയൊക്കെ ഉദ്ദേശമെന്ന് പറയുന്നത് പണമുണ്ടാക്കുക, ഭൂമി കച്ചവടം നടത്തുക, ഭൂമി മാഫിയ മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഈ ജനങ്ങളുടെ വികാരത്തിനോടൊപ്പം സർക്കാരും നിലകൊള്ളണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും ഉയർത്തുന്നത്. പ്രത്യേകിച്ച് അന്ന് വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ പദ്ധതി നിർത്തിവെക്കേണ്ടതായിട്ട് വന്നത്. വ്യക്തമാണ്. എന്തായാലും ആറന്മുളയിൽ ഈ വിമാനത്താവളത്തിനായി നെൽപ്പാടങ്ങളും മറ്റും നികത്തിയ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഡ്രോൺ പരിശോധനയാണ് ഇപ്പോൾ വീണ്ടും വിവാദമായിരിക്കുന്നത്. ഈ വിഷയത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ തഹസീൽദാരോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു. തഹസീൽദാരുടെ അനുമതിയോടുകൂടിയാണോ ഈ പണി അവിടെ കാണിച്ചത് എന്നാണ് ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് സംബന്ധിച്ചുള്ള വിവാദം വരും ദിവസങ്ങളിലും രൂപപ്പെടും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഗോകുൽ രമേശാണ് ആറന്മുളയിൽ നിന്നും ചേർന്നത്.